പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നും ഇന്നലെയുമായിട്ട് നമ്മളെ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അഹമ്മദാബാദിലത്തെ വലിയ ഒരു വിമാന ദുരന്തമാണല്ലോ. ഒരുപാട് ആളുകളുടെ ജീവിതം പൊലിഞ്ഞുപോയി. ഒരാൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റിയുള്ളൂ. ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയായി ഉറ്റവരെയും ഉടയവരെയൊക്കെ വിട്ട് യാത്ര പോകുന്ന, അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഉടനെ കാണാം എന്ന് പറഞ്ഞ് യാത്ര പുറപ്പെട്ട ആളുകൾ കുറച്ചൊരു ദൂരം ഉയരുമ്പോഴത്തേക്കും ഒരു വലിയൊരു തീഗോളമായി മാറി നിലംപതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ വാർത്തയിലൊക്കെ കണ്ടത്. അവരുടെയൊക്കെ ദുഃഖത്തെ എങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണിത്. ഒരു മലയാളി നേഴ്സായിട്ടുള്ള രഞ്ജിതയുടെ ക്യാൻസർ രോഗിയായ അമ്മയും 2 ചെറിയ മക്കളും ഒക്കെ കരയുന്നതും സങ്കടപ്പെടുന്നതും ഒക്കെ ഹൃദയഭേദകമായിട്ടുള്ളൊരു കാഴ്ചയായിട്ടാണ് ഇന്ന് വാർത്തയിലൊക്കെ കാണിച്ചത്. ഇതൊന്നും അറിയാതെ ഉച്ചക്ക് ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ഹോസ്റ്റലിലെ കുറേ മെഡിക്കൽ വിദ്യാർത്ഥികളും അതിനോട് ചുറ്റുവട്ടത്തുണ്ടായിരുന്ന ഒരുപാട് സമീപവാസികളും ഒക്കെ ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവരിൽ പെടുന്നവരാണ്. എന്താണ് അപകട കാരണമെന്നും എങ്ങനെ പറ്റിയെന്നൊന്നും ആർക്കും അറിയില്ലെങ്കിലും ഇത്രയും ആൾക്കാരുടെ ഫാമിലിയുടെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അതൊരു തീരാത്ത ദുഃഖമാണ്. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല. ഗവൺമെൻറ്റൊക്കെ അവർക്ക് നഷ്ടപരിഹാരങ്ങളൊക്കെ നൽകുമെങ്കിലും ഈ പോയവർക്ക് തുല്യമായിട്ട് ആവില്ലല്ലോ അതൊന്നും. ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ആർക്കും അറിയില്ല നമ്മളൊക്കെ എത്ര കാലം ജീവിക്കും, ഇന്നാണോ നാളെയാണോ വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണോ നമ്മളുടെയൊക്കെ മരണമെന്ന് ആർക്കും അറിയില്ല. എങ്കിലും നമ്മൾ പ്രതീക്ഷകളോട് പറയും നാളെ അത് ചെയ്യാം, പിന്നെ അടുത്ത ആഴ്ച അത് ചെയ്യാം, അടുത്ത വർഷം അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷകളോട് പറയും. ഈ പ്രതീക്ഷകളാണ് മനുഷ്യന്മാരെ മുമ്പോട്ട് നയിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നിരിക്കണം. അതൊന്നും നടക്കാതെ അവർ അകാലത്തിൽ പൊലിഞ്ഞു പോയല്ലോ. അതിൽ അഗാധമായ ദുഃഖമുണ്ട്. അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെയൊക്കെ വീട്ടുകാർ എങ്ങനെയാണ് ഈ സങ്കടമൊക്കെ സഹിക്കുക എന്ന് നമുക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവർക്കെല്ലാവർക്കും ഈ നഷ്ടവും ഈ സങ്കടവും ഒക്കെ സഹിക്കാനും അതിൽ നിന്നൊക്കെ കരകയറി വരാനുള്ള ഒരു കരുത്ത് ഈശ്വരൻ നൽകട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ. ഈശ്വരൻ അവർക്ക് സഹിക്കാനുള്ള കഴിവും നൽകട്ടെ. മരണപ്പെട്ട എല്ലാ ആളുകൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.